ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ ഫസ്റ്റിലെ ഫൈക്കോളജിയിലെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കാണ്. പോകാം വീഡിയോയിലേക്ക്. റീസെന്റ് ട്രെൻഡ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗ. ആൽഗകളുടെ വർഗീകരണത്തിലുള്ള പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡുകളുടെ അടിസ്ഥാനത്തിലാണ് ആൽഗകളെ പുതുതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. Modern trends in algae classification emphasize molecular data and phylogenetic analysis, moving beyond traditional morphological and biochemical characteristic features. പണ്ട് ആൽഗകളെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ലഭ്യമാകുന്ന മോർഫോളജിക്കൽ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിന്റെയും ബയോകെമിക്കൽ കമ്പോണൻസിന്റെയും കെമിക്കൽ കമ്പോണൻസിന്റെ ബേസിലായിരുന്നു പണ്ട് കാലങ്ങളിൽ ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇന്ന് മോളിക്കുലർ ഡേറ്റയുടെ ബേസിൽ, മോളിക്കുലർ ഡേറ്റ എന്ന് പറയുന്നത് DNA, RNA തുടങ്ങിയ മോളിക്കുലർ ലെവലിലുള്ള സീക്വൻസിന്റെ ബേസിലും ഫൈലോജെനറ്റിക് അനാലിസിന്റെ ബേസിലും എവല്യൂഷണറി ഹിസ്റ്ററിയുടെ ബേസിലുമാണ് ജനിതകപരമായിട്ട് ബന്ധത്തിന്റെയും എവല്യൂഷണറി ക്യാരക്ടേഴ്സിന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് കൂടുതലും ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. While older classification relied heavily on pigment composition, reserve materials, and flagellar structure, current research incorporates DNA sequencing, plasmid genome analysis, and other molecular techniques to establish evolutionary relationship between algae. അതേ പഴയ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ചിലപ്പോൾ പിഗ്മെന്റ്സ് കോമ്പോസിഷന്റെ ബേസിലായിരിക്കും, ആളുകളുടെ പോലുള്ള പിഗ്മെന്റ് ബേസിലായിരിക്കാം, അല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന ഫുഡ് റിസർവ്, ആഹാര സംഭരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലജല്ലാർ സ്ട്രക്ചറിന്റെ നമ്പർ ഓഫ് ഫ്ലജല്ല, പൊസിഷൻ ഓഫ് ഫ്ലജല്ല, അതിന്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ കറന്റ് റിസർച്ച് DNA സീക്വൻസിന്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ പ്ലാസിഡ് ജീനോം അനാലിസിസ്, അതായത് പ്ലാസിഡിനകത്ത് ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന ജീനോമിന്റെ ബേസിലായിരിക്കാം. അതുപോലുള്ള ടെക്നിക്കിന്റെ ബേസിലായിരുന്നു പണ്ട് കാലങ്ങളിൽ ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദിസ് അപ്രോച്ച് ഹെൽപ്സ് റിഫൈൻ എക്സിസ്റ്റിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ആൻ ആൽഗ. ഇങ്ങനെ മോളിക്കുലർ ബേസിസിന്റെയും അതുപോലെ എവല്യൂഷണറി ക്യാരക്ടറിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ റിഫൈൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അതുവഴി ഓരോ ജീവികൾ തമ്മിലുള്ള ബന്ധം, പരിണാമ ബന്ധം, ആളുകളിലെ എവല്യൂഷണറി ഹിസ്റ്ററി മനസ്സിലാക്കാനും അതിന്റെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാനും സാധിക്കും. മോഡേൺ ട്രെൻഡ്സ്, ആ ട്രെൻഡ്സിൽ ഉൾപ്പെടുന്ന ഒരു ടൈപ്പാണ് മോളിക്കുലർ ഫൈലോജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഫൈലോജൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റഡി ഓഫ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ആൻ ഓർഗാനിസം, ഒരു ജീവിയുടെ എവല്യൂഷണറി പരമായിട്ടുള്ള ക്യാരക്ടേഴ്സും അതുപോലെ ജനിതക ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ഫൈലോജനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോളിക്കുലർ ഫൈലോജനറ്റിക്കിലൂടെ എങ്ങനെയാണ് ആളുകളെ ക്ലാസിഫൈ നോക്കാം. അതിൽ ഒന്നാമതാണ് DNA സീക്വൻസിംഗ്. DNA sequencing, particularly of ribosomal RNA genes and plasmid genomes, provide crucial data for constructing evolutionary trees, that means phylogenies, that reflect the evolutionary relationship between different algal groups. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഓരോ ആളുകളിലും കാണപ്പെടുന്ന DNA സീക്വൻസിങ്, DNAയുടെ അടിസ്ഥാനത്തിലും റൈബോസോമൽ RNAയുടെ ബേസിലും പ്ലാസിഡിനകത്ത് കാണപ്പെടുന്ന ജീനോമിന്റെ ബേസിലും അതിന്റെ അകത്തുള്ള കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ ഓരോ ആളുകളും മറ്റു ആളുകൾ തമ്മിൽ എന്ത് ബന്ധമാണെന്നും അവരുടെ എവല്യൂഷണറി ക്യാരക്ടർ മനസ്സിലാക്കാനും ആ ഗ്രൂപ്പ് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും. അതായത് നേരത്തെ പറഞ്ഞ DNA ലെവലിലുള്ള സീക്വൻസിങ്ങിലൂടെ, അതിപ്പോ DNA ആകാം അല്ലെങ്കിൽ RNA ആകാം, ഇതിന്റെ ഒരു കമ്പാരിസണിലൂടെ ഏതൊക്കെ ആളുകൾ തമ്മിലുള്ള ബന്ധമുള്ളതെന്ന് മനസ്സിലാക്കാനും ഏതൊക്കെ ആളുകളാണ് ഒരു ഗ്രൂപ്പിൽ വരേണ്ടതെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അടുത്തത് ഫൈലോജീനോമിക് അനാലിസിസ്. ദിസ് ഇൻവോൾവ്സ് അനലൈസിംഗ് ലാർജ് ഡേറ്റ സെറ്റ്സ് ഓഫ് genomic information to resolve complex evolutionary relationships and refine taxonomic classification. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതില് ഒരു ലാർജ് സെറ്റ് ജീനോമിന്റെ ഡേറ്റാബേസ് വെച്ചിട്ടായിരിക്കും അതിനെ സ്റ്റഡി ചെയ്തിട്ട് കമ്പയർ ചെയ്ത് ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് കൂടുതലും അപ്ലൈ ചെയ്യുന്നത് മൈക്രോ ആൽഗകളുടെ വർഗീകരണത്തിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം മൈക്രോ ആൽഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ സൂക്ഷ്മമായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആളുകളാണ്. അപ്പൊ അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് നമുക്ക് ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല, അതിന്റെ അത്ര ക്ലിയർ ഡേറ്റ നമുക്ക് ലഭ്യമാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിൽ നിന്ന് കിട്ടുന്ന ജീനോമിന്റെ ബേസിലായിരിക്കും കൂടുതലും ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അടുത്തത് സൂപ്പർ ഗ്രൂപ്പ് കൺസെപ്റ്റ്. സൂപ്പർ ഗ്രൂപ്പ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് molecular data has led to the development of a supergroup concept which group distantly related algae based on shared ancestry and evolutionary history. അതായത് ചില ആളുകൾ തമ്മിലുള്ള ചില ക്യാരക്ടേഴ്സിൽ ഒരുപാട് സാമ്യം കാണിക്കും. അതാണ് ഷെയർഡ് ആൻസസ്ട്രി, പൂർവികർ തമ്മിൽ ചില സാമ്യതയുള്ള ആളുകളുടെയും അതുപോലെ എവല്യൂഷണറി ഹിസ്റ്ററി സെയിം ആയിട്ടുള്ള ആളുകളെ തമ്മിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ആൽഗൻ ഗ്രൂപ്പ് കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത്
ചില ആളുകൾ തമ്മിൽ പൂർവികർ തമ്മിൽ പല ബന്ധം കാണും, അതായത് ഡിസ്റ്റന്റ് റിലേറ്റഡ് ആയിരിക്കും. പൂർവികരിലും ആൻസസ്ട്രിയിലും ഭയങ്കര സാമ്യമുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ സൂപ്പർ ഗ്രൂപ്പ് എന്നൊരു ആശയം കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഒരു സൂപ്പർ ഗ്രൂപ്പ് കൊണ്ടുവരാനും ഈ ഡേറ്റാബേസിലുള്ള മോളിക്കുലർ ഫൈലോജനറ്റിക്കിലൂടെ നമുക്ക് സാധിക്കും. രണ്ടാമത്താണ് ഇന്റഗ്രേറ്റീവ് ടാക്സോണമി അഥവാ ഇന്റഗ്രേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സസ് കമ്പൈനിങ് മോളിക്കുലർ ആൻഡ് മോർഫോളജിക്കൽ ഡേറ്റ. ഇവിടെ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ആൽഗയിൽ നിന്ന് കിട്ടുന്ന മോളിക്കുലർ ഡേറ്റയുടെയും അതുപോലെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും ആൽഗകൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. മോഡേൺ ക്ലാസിഫിക്കേഷൻ ഇന്റഗ്രേറ്റ് മോളിക്കുലർ ഡേറ്റ വിത്ത് എ ട്രഡീഷണൽ മോർഫോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക് ടു ക്രിയേറ്റ് മോർ റോബസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ക്ലാസിഫിക്കേഷൻ. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നല്ലൊരു അഡ്വാൻസ്ഡ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടി പഴയ രീതിയും പുതിയ രീതിയോടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് മോർഫോളജിക്കൽ ബയോകെമിക്കൽ സ്റ്റഡീസിനോടൊപ്പം DNA അല്ലെങ്കിൽ മോളിക്കുലറിലുള്ള ഡേറ്റയുടെ ബേസിൽ ഇവിടെ ക്ലാസിഫൈ ചെയ്യുക. അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ ഇന്റഗ്രേറ്റീവ് ടാക്സോണമി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സെല്ലുലാർ അൾട്രാ സ്ട്രക്ചർ. സ്റ്റഡീസ് ഓഫ് സെൽ സ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് ഫീച്ചേഴ്സ് ലൈക്ക് ഫ്ലജുലാർ apparatus and the organization of photosynthetic pigments also contribute to the understanding algal diversity and relationship. അതായത് അൾട്രാ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് ഒരു സെല്ലിന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ സ്റ്റഡി ചെയ്യുക, അതിന്റെ ഫ്ലജുലാർ അപ്പാരറ്റസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, പിഗ്മെന്റ്സിന്റെ അതിന്റെ ഒരു ഓർഗനൈസേഷൻ, ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിന്റെ ഓർഗനൈസേഷൻ സ്റ്റഡി ചെയ്യുക. ഇതിൽ നിന്നുള്ള ഡേറ്റൈസിന്റെ ബേസിൽ നമുക്ക് ആൽഗൽ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാനും ആൽഗൽ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും ക്ലാസിഫിക്കേഷനും സാധിക്കും. മൂന്നാമത്താണ് ഇമ്പാക്ട് ഓഫ് എക്സിസ്റ്റിംഗ് ക്ലാസിഫിക്കേഷൻ, അതായത് റിവിഷൻസ് ടു എസ്റ്റാബ്ലിഷ്ഡ് ടാക്സ. ഓൾറെഡി നിലനിൽക്കുന്ന ഒരു ക്ലാസിഫിക്കേഷനെ മോഡിഫൈ ചെയ്യാനും അതിലുള്ള എററുകൾ പരിഹരിക്കാനും കറക്ഷൻ ചെയ്യാനും ഈ ഒരു മോളിക്കുലർ ലെവൽ ടാക്സോണമിയിലൂടെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. മോളിക്കുലർ ഡേറ്റ ഹാസ് ലീഡ് ടു ദ റീഅസസ്മെന്റ് ഓഫ് സം ആൽഗൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് ദ റീക്ലാസിഫിക്കേഷൻ ഓഫ് സെർട്ടൻ ഗ്രൂപ്പ്സ് വിത്തിൻ ദ ക്രോം ആൽവിയോലെറ്റ സൂപ്പർ ഗ്രൂപ്പ്. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ക്രോം ആൽവിയോലെറ്റ സൂപ്പർ ഗ്രൂപ്പിനകത്ത് ചില ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന്റെ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചിലപ്പോൾ ആളുകളുടെ ക്ലാസിഫിക്കേഷൻ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടാകാം. അത് പരിഹരിക്കാനും ആ ക്ലാസിഫിക്കേഷനെ റീക്ലാസിഫൈ ചെയ്യാനും വീണ്ടും ക്ലാസിഫൈ ചെയ്ത് പുതുതാക്കി എടുക്കാനും ഒക്കെ സാധിക്കും. റിഫൈൻമെന്റ് ഓഫ് ഹയർ ടാക്സ. ഫൈലോജനറ്റിക് അനാലിസിസ് ഹാവ് ഹെൽപ് ടു ക്ലാരിഫൈ റിലേഷൻഷിപ്പ് അറ്റ് ഹയർ ടാക്സോൺ ലെവൽസ് such as the relationship between different divisions class of algae. അതായത് ഒരു ആൽഗ ഉൾപ്പെടുന്ന അതിന്റെ ഹയർ ക്ലാസ് അല്ലെങ്കിൽ ഹയർ ഡിവിഷൻ ഇവ തമ്മിൽ ഒരു കമ്പാരിസൺ, അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അവരെ ഉൾപ്പെടുത്തിയത് ശരിയാണോ, അങ്ങനെയുള്ള ഒരു ഹയർ ടാക്സോണിന്റെ അനാലിസിസ് നടത്താനും തമ്മിൽ ബന്ധമുള്ളവരെ ഒരുമിച്ചാക്കാനും അല്ലാത്തവരെ സെപ്പറേറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. അടുത്താണ് ഓൺഗോയിങ് ചലഞ്ച്. ഓൺഗോയിങ് ചലഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന പല ക്ലാസിഫിക്കേഷനിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. റിസർച്ച് കണ്ടിന്യൂസ് ടു റിഫൈൻ ആൽഗൽ ക്ലാസിഫിക്കേഷൻ എസ്പെഷ്യലി വിത്തിൻ ഗ്രൂപ്പ്സ് ലൈക്ക് ട്രിഗോക്സിയേൽസ് വെയർ ഹയർ ലെവൽ റിലേഷൻഷിപ്പ് ആർ സ്റ്റിൽ ബീയിങ് റിസോൾവ്ഡ്. അതായത് ഉയർന്ന തലത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ട അങ്ങനെ അതിന്റെ ആവശ്യമുള്ള പല ആളുകളിൽ ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില മുമ്പ് ചെയ്തു വെച്ചിരുന്ന ക്ലാസിഫിക്കേഷൻസിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പോഴും അതിൽ ക്ലാസിഫിക്കേഷന്റെ ഒരു അപാകത പരിഹരിക്കാൻ വേണ്ടി ഹയർ ലെവലിൽ അതിന്റെ ഒരു സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ഈ ഫൈലോജന്റെ ബേസിലായിരിക്കും. സയന്റിസ്റ്റ് ആൾസോ എക്സ്പ്ലോറിംഗ് ദ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ആൽഗെ ത്രൂ ഫോസിൽ റെക്കോർഡ്സ് ആൻഡ് ജീനോമിക് സ്റ്റഡീസ്. അതുപോലെ തന്നെ ആൽഗകളുടെ പല ഫോസിൽസിന്റെ അവൈലബിലിറ്റി ഉണ്ടല്ലോ, അതിലൂടെയും ജീനോമിക് സ്റ്റഡീസിലൂടെയും ഇപ്പോഴും ഓരോ ആളുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ എവല്യൂഷണറി ഹിസ്റ്ററി മനസ്സിലാക്കി സയന്റിസ്റ്റുകൾ ക്ലാസിഫിക്കേഷനെ മോഡിഫൈ ചെയ്യുന്നു. അടുത്തത് അഡ്രസ്സിംഗ് പോളിഫൈലി. എന്താണ് പോളിഫൈലി? ഒരു കോമൺ ആൻസസ്റ്റർ ഇല്ലാത്തത്, ഒരു പൊതുവായിട്ടുള്ള പൂർവികർ ഇല്ലാത്ത ഗ്രൂപ്പ്. മനുഷ്യനും കുരങ്ങനൊക്കെ പൊതുവായിട്ടുള്ള പൂർവികരുണ്ട്, പല പ്ലാന്റ്സിന് പൊതുവായിട്ടൊരു പൂർവികർ ഉണ്ടെന്ന് പറയുന്നില്ലേ, അതേപോലെ ഒരു പൂർവികർ കോമൺ ആൻസസ്റ്റർ ഇല്ലാത്ത ഗ്രൂപ്പാണ് പോളിഫൈലറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫൺ ഗ്രൂപ്പ്ഡ് ആൽഗെ ഇൻടു a few broad categories based on the shared characteristic features, but these groupings were sometimes found to be polyphyletic. അതായത് ആളുകളുടെ ചില ഷെയ്ഡ് ക്യാരക്ടേഴ്സ്, കോമൺ ആയിട്ടുള്ള ചില അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. പക്ഷെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ന് മോളിക്കുലർ ഡേറ്റ അല്ലെങ്കിൽ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷനിലൂടെ സാധ്യമാകുന്നു. Molecular data and integrative taxonomy are helping resolve these polyphyletic classification and create more natural monophyletic groups. അതാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മോളിക്കുലർ ഡേറ്റ അനാലിസിലൂടെയും
ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ, അത് ഇന്റഗ്രേറ്റീവ് ടാക്സോണമിയിലൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഒരു എററുകളും പരിഹരിച്ചുകൊണ്ട് പല കോമൺ ആൻസസ്റ്റർ ഇല്ലാത്ത പൂർവികരെല്ലാം ചേർത്തുകൊണ്ട് ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പ്, അത് സിംഗിൾ കോമൺ ആൻസസ്റ്റർ ഉള്ള ഒറ്റ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനും അതുവഴി ആ ആളുകൾ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് എറർ പരിഹരിക്കാനും സാധിക്കും. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷന്റെ ട്രെൻഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്നാൽ പണ്ട് മുതലേ ഉള്ള മറ്റൊരു ട്രെൻഡ് ആയിരുന്നു സൈറ്റോ ടാക്സോണമി. പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്നത് സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയ ക്രോമസോം നമ്പർ, സൈസ്, ബിഹേവിയറിന്റെ അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് മിയോസിന്റെ ബേസിൽ ആളുകളെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് അല്ലെ. സൈറ്റോ ടാക്സോണമി ഇൻ ആൽഗെ ഈസ് ദ യൂസ് ഓഫ് സെല്ലുലാർ ക്യാരക്ടറിസ്റ്റിക്സ്, എസ്പെഷ്യലി ക്രോമസോം നമ്പർ, structure and morphology to classify and determine the evolutionary relationship between different algal groups. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പല ആളുകൾ തമ്മിലുള്ള ഈ ക്രോമസോം നമ്പർ ആൻഡ് സ്ട്രക്ചർ, ബിഹേവിയറിന്റെ തമ്മിലുള്ള ഒരു ബന്ധം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ ഗ്രൂപ്പ് ചെയ്യാൻ കഴിയും. By analyzing these cytological features, scientists can better understand the organization of algal nuclei, mechanism of cell division, that means mitosis or meiosis, and other aspects of their life cycles, which helps in the taxonomic placement and study of their evolutionary history. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലൂടെ ഓരോ ആളുകളുടെയും ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിന്റെ ന്യൂക്ലിയസിന്റെ പ്രത്യേകത, അതിന്റെ പൊസിഷന്റെ പ്രത്യേകത, സെൽ ഡിവിഷന്റെ മെക്കാനിസം എന്താണ്, അതിന്റെ ലൈഫ് സൈക്കിളിന്റെ പ്രത്യേകത എന്താണ്. ഒരേ ലൈഫ് സൈക്കിൾ കാണിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിലാക്കാൻ പറ്റുള്ളൂ. അതെല്ലാം മനസ്സിലാക്കാനും അവയെ ഒരുമിച്ച് കൊണ്ടുവരാനും ക്ലാസിഫിക്കേഷൻ ഈസി ആക്കാനും സാധിക്കും. കീമോടാക്സോണമി, കെമിക്കൽസിന്റെ നേരത്തെ പറഞ്ഞ ബയോ കെമിക്കൽ കമ്പോണൻസിന്റെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പണ്ടത്തെ ഒരു ഓൾഡർ ട്രെൻഡിലുള്ള ക്ലാസിഫിക്കേഷൻ മെത്തേഡ് തന്നെയായിരുന്നു. കീമോടാക്സോണമി ഇൻ ആൽഗ യൂസസ് ഓർഗാനിസംസ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് to classify and identify different algal groups, focusing on differences and similarities in their biochemical nature. ഓരോ ആളുകളുള്ള കെമിക്കൽ കണ്ടന്റിന്റെ പ്രത്യേകത, മറ്റാളുകൾ തമ്മിൽ ഇവർക്കുള്ള ബന്ധം, അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള കെമിക്കൽസിന്റെ ഒരു കമ്പാരിസൺ, സിമിലാരിറ്റി, ഡിഫറൻസ്, ഇതിന്റെ ബേസിൽ ആളുകളെ എന്ത് ചെയ്യുന്നു, വർഗീകരിക്കുന്നു. Instead of relying solely on structural or morphological features, researchers analyze specific chemical compounds such as pigments and other secondary metabolites to establish taxonomic relationship. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന് പകരമായിട്ട് ഇവിടെ കൂടുതൽ കെമിക്കൽ കമ്പൗണ്ടുകളായ പിഗ്മെന്റ്സിന്റെ ബേസിലോ അല്ലെങ്കിൽ അവരുടെ ബോഡിയിലുള്ള സെക്കൻഡറി മെറ്റാബോളൈറ്റ്സിന്റെ ബേസിലൊക്കെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാം. This method is particularly useful for identifying microalgae and phytoplankton, even fragile cells that can be missed under a microscope. നേരത്തെ പറഞ്ഞ മൈക്രോ ആൽഗ, വളരെ സൂക്ഷ്മമായിട്ടുള്ള ആളുകളുടെ എല്ലാ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും വിസിബിൾ ആകുമോ അല്ലെങ്കിൽ അവൈലബിൾ ആകുമോ, അത്തരമൊരു കണ്ടീഷനിൽ ആ ആളുകളിലുള്ള കെമിക്കൽ കമ്പോണൻസിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. മോളിക്കുലർ ടാക്സോണമി തന്നെയാണ് നേരത്തെ പറഞ്ഞ മോളിക്കുലർ ഡാറ്റാ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മോളിക്കുലർ ടാക്സോണമി ഇൻ ആൽഗെ യൂസസ് ജനറ്റിക് ഡാറ്റ സച്ച് ആസ് DNA and RNA sequences to determine evolutionary relationship and classify algal species, complementing traditional method based morphology. നേരത്തെ പറഞ്ഞ കാര്യം മോർഫോളജിയോടൊപ്പം തന്നെ DNA, RNA സീക്വൻസിലൂടെയും മറ്റ് ജീനോമിക് സ്റ്റഡീസിലൂടെയും ഉള്ള ക്ലാസിഫിക്കേഷനാണ് മോളിക്കുലർ ടാക്സോണമി. ഇതിന്റെ ഒരു അഡ്വാൻസ് രൂപമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. This approach, also known as phylogenetics, employs DNA barcoding and high throughput sequencing to identify species from environmental samples, refine existing classification, and provide a more accurate understanding of algal diversity and their role in ecosystem. അതായത് ഈ അപ്രോച്ചിന്റെ മോളിക്കുലർ ടാക്സോണമിയുടെ മറ്റൊരു പേരാണ് ഫൈലോജെനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള മോളിക്കുലർ ലെവലിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്ന രീതി. ഇതിലൂടെ നമുക്ക് ഓരോ ആളുകളുടെ ക്ലാസിഫിക്കേഷനെ റിഫൈൻ ചെയ്തെടുക്കാനും അതിലുണ്ടായിരുന്ന എററുകളെ പരിഹരിക്കാനും കുറച്ചുകൂടെ ആക്യുറേറ്റ് എടുക്കാനും ആളുകളുടെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കിയെടുക്കാനും ആ ആളുകൾക്ക് എക്കോസിസ്റ്റത്തിൽ എന്താണ് റോൾ എന്ന് മനസ്സിലാക്കാനും സഹായിക്കും. ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമിയുടെ പ്രത്യേകത, നമ്മൾ ക്യാരക്ടേഴ്സിനെ ഒരു കോഡായിട്ട് അസൈൻ ചെയ്ത് ഡേറ്റ പ്രോസസ്സിംഗിലൂടെ കമ്പ്യൂട്ടറിന്റെയും കാൽക്കുലേറ്റിംഗ് മെഷീൻസിന്റെ സഹായത്തിൽ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ് ന്യൂമറിക്കൽ ടാക്സോണമി. 1950 ശേഷം ഒരു അപ്രോച്ചാണിത് ന്യൂമറിക്കൽ ടാക്സോണമി. പണ്ടുണ്ടാക്കി വെച്ചിരുന്ന പല എററുകളും പരിഹരിക്കാൻ സഹായിച്ച ഒരു ടാക്സോണമിയാണ് ന്യൂമറിക്കൽ ടാക്സോണമി, അഥവാ ഫെനറ്റിക്സ് എന്നോ ടാക്സോമെട്രിക്സ് എന്ന പേരിലോ അറിയാം. ഫെനറ്റിക്സ് അല്ലെങ്കിൽ ടാക്സോമെട്രിക്സ് എന്ന പേരിലും ന്യൂമറിക്കൽ ടാക്സോണമി അറിയപ്പെടുന്നുണ്ട്.
Numerical taxonomy in algae involves using mathematical methods and a set of equally weighted characters, that means morphological or physiological or biochemical, to group and classify algae based on their overall similarity, providing a more objective approach than traditional subjective method. പണ്ട് ചെയ്തിരുന്ന മെത്തേഡുകൾക്ക് കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ട് ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്യും. അത് മോർഫോളജി, ഫിസിയോളജിക്കൽ, ബയോകെമിക്കൽ ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്തിട്ട് മാത്തമെറ്റിക്കൽ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഡേറ്റ കോഡിങ്ങിലൂടെ കോഡുകൾ അസൈൻ ചെയ്ത് കമ്പ്യൂട്ടറിന്റെയും കാൽക്കുലേറ്റീവ് മെഷീൻസിന്റെ സഹായത്തിലാണ് ഇങ്ങനെ ഒരു ടാക്സോണമി വർക്ക് ചെയ്യുന്നത്. This quantitative analysis, often employing computer algorithms like cluster analysis, allow for the simultaneous consideration of numerous characters to identify and organize algal species, subspecies, and strains by calculating resemblance between operational taxonomic units. അതായത് നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സിനെ കുറച്ച് കോഡുകളായിട്ട് അസൈൻ ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിലെ ക്ലസ്റ്റർ അനാലിസിസിലൂടെ അങ്ങനെയുള്ള പ്രോഗ്രാം സഹായത്താൽ അനലൈസ് ചെയ്യുമ്പോൾ സിമിലാരിറ്റീസ് അനലൈസ് ചെയ്ത് നമ്മളിപ്പോൾ ഡേറ്റ കോഡ് ചെയ്യുമ്പോൾ ഒരേ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിമിലാരിറ്റി കാണിക്കില്ല. അങ്ങനെ ഒരു സിമിലാരിറ്റിയുടെ ബേസിൽ അതിന്റെ സാൽഗൽ സ്പീഷീസ് ചെയ്ത് സബ്സ്പീഷീസ് മനസ്സിലാക്കിയെടുക്കാനും അതുപോലെ ഡിഫറെന്റ് ഓപ്പറേഷണൽ ടാക്സോണമി യൂണിറ്റുകളുടെ ബന്ധം മനസ്സിലാക്കിയെടുക്കാനും അല്ലെങ്കിൽ അതിന്റെ വകഭേദം മനസ്സിലാക്കിയെടുക്കണം, ഏതൊക്കെ വകഭേദങ്ങളാണ് പുതുതായിട്ട് ഉണ്ടായത് എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ ന്യൂമറിക്കൽ ടാക്സുകളുടെ സഹായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫൈക്കോളജിയിലെ ആൽഗൽ ക്ലാസിഫിക്കേഷന്റെ മോഡേൺ ട്രെൻഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരം.